ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ പതിവ് പോലെ ഒരു ലഞ്ച് റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പതിവ് പോലെ 5 മണിക്ക് തന്നെ ഉണർന്നു. 5:30 ആയപ്പോഴേക്കാണ് അടുക്കളയിലേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് മത്തൻ കൊണ്ടുള്ളൊരു എലിശ്ശേരി കൂട്ടാനും അവിയലൊക്കെയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ നാടൻ റെസിപ്പികളൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ലഞ്ചിന്. അപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ അവിയലിൻ്റെ ഒരു റെസിപ്പി ഇടുമോയെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ അവർക്ക് ആ അവിയൽ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മത്തൻ എലിശ്ശേരി കൂട്ടാനാണ് വെക്കുന്നത്. അപ്പോൾ മത്തന് ചട്ടിയിൽ വേവിക്കാവുന്നതല്ലേ ഉള്ളൂ, കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മത്തന് ചട്ടിയിലിട്ടു. മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളകൊക്കെ കീറിയിട്ട് ഇതിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ വെള്ളം വെക്കണം. എന്നിട്ട് നന്നായി ഒന്ന് വേവിക്കുക. അപ്പോൾ മത്തന് ഞാൻ നുറുക്കുമ്പോൾ തോലോടൊക്കെയാണ് നുറുക്കിയെടുക്കാറ്. എന്നാൽ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞ് കലങ്ങില്ല. തോലോടൊക്കെയാണല്ലോ നമ്മൾ ഗുരുവായൂരൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് തോലോടൊക്കെയാണല്ലോ കൂട്ടാനിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഞാൻ വെക്കാറ് എപ്പോഴും. അപ്പോൾ അവിയലാണത്. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കഷ്ണമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒക്കെ തലേന്നേ വൃത്തിയാക്കി വെക്കും. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. അതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും തൊടിക്കരുത്. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിൽ കടന്ന് ഇത് വേവണം. അടച്ച് വെച്ച് വേവിക്കുക. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ കഷ്ണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മതി ഈ കഷ്ണം വേവാൻ. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അത് ഒരു കൂട്ടാൻ്റെ പോലെയാവും. ഒരു കട്ടിയായിട്ട് കിട്ടേണ്ട ഒരു റെസിപ്പിയാണല്ലോ ഈ അവിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ മത്തൻ എലിശ്ശേരിക്കുള്ള നാളികേരം അരക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് വേവുന്ന ഒരു കഷ്ണമാണ് ഈ മത്തൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മത്തൻ വെന്തിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ അവിയൽ ഇവിടെ ഇങ്ങനെ വേവാൻ ഒരു പാകത്തിനായി വരികയേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇളക്കി അടിയിൽ കൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മത്തൻ ഇവിടെ ഇങ്ങനെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി അരച്ച അരവ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നന്നായി അരയ്ക്കണം. അങ്ങനെ തരിതരിപ്പായിട്ട് ഇങ്ങനെ കിടക്കരുത്. നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ടാവണം നാളികേരം. എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജീരകവും പച്ചമുളകും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ അരവ് അരയ്ക്കുന്നത്. എന്നിട്ട് നന്നായി ആ വെള്ളമൊക്കെ ഒഴിച്ച് അതിലത്തെ വെള്ളമൊക്കെ കഴുകി അതിലേക്ക് ഒഴിക്കുക. നമുക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് അത്രത്തോളം അതിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു കറിയാണിത്. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം. ഇതിൽ പുളിയോ മോരോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നാളികേരം വറുത്തിട്ടാലും കടുകൊക്കെ വറുത്തിടുന്ന സമയത്ത് ഇത്തിരി നാളികേരം വറുത്തിട്ടാലും കൂടുതൽ ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ തന്നെ വറവിട്ടാലും നമുക്കിങ്ങനെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇപ്പം ചട്ടിയിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. ഇതിനി മത്തനെലിശ്ശേരി കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലുള്ള നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന കട്ടിയായിട്ടുള്ള ഒരു മത്തനെലിശ്ശേരി കണ്ടിട്ടില്ലേ, വറവൊക്കെ ഇട്ടിട്ടുള്ള, അങ്ങനെയും ഉണ്ടാക്കാം. ഇത് നമുക്ക് ചോറിലൊഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ അവിയൽ ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടി കൂടെ കുത്തി ഇളക്കുന്നതിനേക്കാളും കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ആവുമ്പോൾ അപ്പോൾ ഒന്ന് കുലുക്കി ഇങ്ങനെ ആയാൽ അത് മറിഞ്ഞ് വരും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 1/2 വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മോരോ തൈരോ ഒക്കെ ഒഴിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മോരാണ് ഉണ്ടായിരുന്നത്. ഇനി തൈര് ഒഴിച്ചു എന്ന് കരുതിയാലും കുഴപ്പമൊന്നുമില്ല.
എൻ്റെ കയ്യിൽ മോര ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ മോരൊഴിച്ചു എന്ന് കരുതി വെള്ളം കൂടൊന്നുമില്ല. അത് വെള്ളവും കഷ്ണമൊക്കെ ആയിട്ട് യോജിച്ച് നല്ലൊരു കട്ടിയായിട്ടുള്ള പരുവത്തിൽ തന്നെ വരും. അപ്പോൾ നല്ല നാടൻ മോരായിരുന്നു ഇത്. അപ്പോൾ നന്നായി നല്ല പുളിയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ ഞാൻ മോരൊഴിക്കും. ഇനി പുളി കുറച്ച് വേണ്ടുള്ളവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒന്നും കൂടി. ഇപ്പോൾ ഒരു ഹാഫ് വേവല്ലേ ആയിട്ടുള്ളൂ. ഇനി നന്നായി ഒന്ന് വേവണമല്ലോ, അതിന് 10 മിനിറ്റും കൂടി പിന്നെയും വേവിക്കേണ്ടി വരും. അപ്പോൾ ഈ മോരിൽ കടന്നിട്ട് വേണം പിന്നത്തെ വേവ് ഉണ്ടാവാൻ. ആദ്യം തന്നെ നന്നായി വേവിച്ചിട്ട് പിന്നെ മോരൊഴിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ മോരൊഴിച്ചിട്ട് പിന്നെ പകുതി വേവ് പിന്നെ വേവിക്കുക. ആ മോരിൽ കടന്ന് നന്നായി വേവട്ടെ, അതുവരെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഓരോ വിഭവങ്ങളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ വേഗം ഓരോ കറികളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലൊക്കെ കാര്യങ്ങൾ വേഗം കഴിയും. ഇപ്പോൾ 3 അടുപ്പുള്ളതാണെങ്കിൽ 3 അടുപ്പിലും ഓരോ കറികളും വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാൻ കഴിയും. പിന്നെ ഏത് കറിക്കാണെങ്കിലും നമ്മൾ സാവധാനം പോലെ നല്ലൊരു മനസ്സോടു കൂടി പാചകം ചെയ്താൽ തന്നെയാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലൊന്ന് കരുതി പാചകം ചെയ്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചും കൊണ്ട് മൊബൈൽ നോക്കിയിട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ പാചകം ചെയ്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ലൊരു മനസ്സോടു കൂടി ഭക്ഷണം പാചകം ചെയ്യുക. അപ്പോൾ ആ കറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നാളികേരം നമുക്ക് ചതച്ചെടുക്കാം. അതിന് ഈ ചതയ്ക്കുന്ന ഈ മിക്സിയുടെ ജാറാണ് വേണ്ടത്. മറ്റേ ചെറിയ ജാറിൽ നമ്മൾ അരയ്ക്കുന്നതല്ലേ, ഇങ്ങനെ പൊടിക്കുന്ന ഒരു ജാറുണ്ടല്ലോ, ആ ജാറിൽ വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് ഇങ്ങനെ നാളികേരം ചതച്ച പോലെ ആക്കാനേ പാടുള്ളൂ. നന്നായി അരയരുത്. കണ്ടില്ലേ, ഇങ്ങനെ പൊടി പോലെ നാളികേരം നിൽക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ സദ്യക്കൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു നാളികേരം ഇങ്ങനെ ചതച്ചെടുക്കുകയുള്ളൂ. നന്നായി അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ അവിയലിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ പൾസ് ചെയ്ത് ഇങ്ങനെ ചതച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ജീരകം, കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂട്ടി ചേർക്കാം. വെള്ളമൊന്നും തൊടരുത്. അങ്ങനെ വെള്ളമൊക്കെ കൂട്ടി അരച്ചാൽ നല്ലോണം അരഞ്ഞു പോവും. അപ്പോൾ വെള്ളമൊന്നും കൂട്ടണ്ട. അങ്ങനെ പൾസ് ചെയ്തിട്ട് നന്നായി ചതച്ചിങ്ങനെ എടുക്കുക. കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാക്കി ഇളക്കി കൊടുത്താൽ നന്നായി ഒന്നായിട്ട് ചതഞ്ഞ് കിട്ടും. അപ്പോൾ അവിയലിൽ പുളി ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും പലതും ചെയ്യുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു സ്ഥലത്തൊക്കെ തൈര്, മോരൊക്കെയാണ് ഒഴിക്കാറ്. ഞാൻ പുളി ഒഴിച്ചിട്ടൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, നന്നായി ഒരു നല്ല പൊടി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോഴേക്കും ഈ മോരിൽ കടന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ നാളികേരം ഇടുന്നതോട് കൂടി ബാക്കിയുള്ള വെള്ളം കൂടി ആ നാളികേരത്തിലേക്ക് അങ്ങോട്ട് പറ്റി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നാളികേരം ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നോക്കണം. അപ്പോൾ ഈ നാളികേരം ചേർക്കുന്നതോട് കൂടി ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉപ്പ് പൊടിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെതറിയിട്ട് കൊടുത്താൽ ഒരുപോലെ ആയി കിട്ടും. കഷ്ണം വേവിക്കുമ്പോൾ തന്നെ ഒരുവിധം ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നാളികേരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവിടെ അടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപ്പ് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെയാണ് അവിയലൊക്കെ വെക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെക്കുന്നത്. അപ്പം എൻ്റെ രീതി ഇങ്ങനെയാണ്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം.
നല്ല അടിപൊളി അവിയൽ റെഡിയായി. അവിയലും മത്തനെലിശ്ശേരി കൂട്ടാനും ഒരു പപ്പടവും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഊണാണ്. പിന്നെ അവസാനം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല അങ്ങനെ വെതറിയിട്ട് കൊടുക്കാം. ഇളക്കരുത് അപ്പോൾ. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടച്ച് വെക്കുക. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇല ആ ആവിയിൽ കിടന്ന് ഒന്നിങ്ങനെ നിറം മാറും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിനുണ്ടാവുക അവിയലിന്. ഇനി വാഴയുടെ ഇല ഉണ്ടെങ്കിൽ വാഴയുടെ ഇല അതിന് മുകളിൽ ഇട്ടാലും നല്ലൊരു ഫ്ലേവറായിരിക്കും അവിയലിന് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നന്നായി ഇളക്കി അടിയിലേക്ക് കൊണ്ടുപോകരുത് കരിവേപ്പിൻ്റെ ഇല. മുകളിൽ ഇങ്ങനെ വെതറിയിടുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ വിളമ്പാനൊക്കെ ആകുമ്പോൾ അങ്ങനെ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചിക്കന് നന്നായി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. പകുതി വേവ് ആവണ വരെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ അധികം ചിക്കനൊന്നുമില്ല. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേറൊന്നും പിന്നെ വേണ്ടി വരില്ലല്ലോ അല്ലേ. ചെറുപയറും കടലൊക്കെ ആണെങ്കിലല്ലേ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇത്തിരി എടുത്ത് വെച്ചാൽ നമുക്കിങ്ങനെ കുറേശ്ശൊക്കെ എടുത്തിട്ട് അവർക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കി രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാം. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ പകുതി വേവോളം വറുത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ ഉരുളൻകിഴങ്ങാണിത് ചെറുതാക്കി നുറുക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ രുചിയിൽ തന്നെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ അപ്പമായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് ചിക്കൻ കറി. നല്ലൊരു കോമ്പിനേഷനാണല്ലോ അല്ലേ. അപ്പോൾ അതിലേക്ക് 2 സവാള നന്നായി സ്ലൈസ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ ഭയങ്കര തിരക്കായി, പോവാനുള്ള തിരക്കൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് പിന്നെ വേഗം പരിപാടിയൊക്കെ നോക്കുകയാണ്. വലിയ ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷമൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മതി. രണ്ടും ഒരുമിച്ച് ഇട്ടു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുക. അത് ഓരോന്നും ഓരോ മാതിരിയാണ്. ചിക്കൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കേണ്ടത്. കുറച്ച് ചിക്കനേ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ ചേർക്കണം. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. കഷ്ണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കേണ്ടത്. അപ്പോൾ എനിക്ക് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായി ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം. അപ്പോൾ വെളിച്ചെണ്ണ പൊട്ടിച്ച കവറാണത്. അപ്പോൾ ലേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒഴിച്ചതാണ്. പിന്നെ നമുക്ക് ഒഴിവാക്കാമല്ലോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് തക്കാളി അരച്ചത് ഉണ്ടാവല്ലോ അത് ചേർത്താൽ മതി. എന്നാൽ പിന്നെ തക്കാളി വാടി കിട്ടേണ്ട ബുദ്ധിമുട്ടില്ല. തക്കാളി അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്നത് വഴണ്ട് കിട്ടും. അരയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും ഉണ്ട് ചിക്കൻ കറിക്കൊക്കെ. നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ഇതിൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നിട്ട് തക്കാളി അരച്ച മിക്സിൻ്റെ ജാറുണ്ടല്ലോ അത് ഇതിലേക്ക് നന്നായി കഴുകി ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒരു ഗ്രേവി മാതിരി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ അല്ലേ അതൊക്കെ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ചിക്കൻ വറക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. നമ്മൾ ഈ കറിയിലും ചേർക്കുന്നുണ്ടല്ലോ മുളക് പൊടിയൊക്കെ. എൻ്റെ ഈ കറിക്ക് അത്യാവശ്യം നല്ല എരിവായിരുന്നു. പിന്നെ ഞാനിതിലേക്ക് നാളികേരപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ ആ എരിവ് മാറിയത്. എങ്ങനെയാ അറിയില്ല, അത്യാവശ്യം നല്ല എരിവായിരുന്നു. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കണം. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ പ്രത്യേകിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പച്ചമുളക് ചേർത്താനൊരു ഫ്ലേവറാണ് അതിൻ്റെ. ഇപ്പോൾ 2-3 പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയും ഒക്കെ പാടെയായിട്ട് നല്ല എരിവായിരുന്നു.
അതിന് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചിക്കനൊക്കെ ഹാഫായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വേവിക്കേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഒന്നുകൂടി ഒന്ന് വെന്താൽ മതിയാവും. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളത്. ഗ്രേവി മാതിരി ആവണേക്കാളും അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ് രസം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ അല്ലേ, അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളമൊക്കെ വേണം അതിന്. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. എനിക്കിങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉരുളൻകിഴങ്ങും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. അപ്പോൾ അങ്ങനെ പരത്തി വെള്ളപ്പത്തിൻ്റെ മാവ് തന്നെയാണിത്. ഞാനിങ്ങനെ ഈ രൂപത്തിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. മറ്റേമാതിരി ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നില്ല ചില സമയത്തൊന്നും. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കും ഇപ്പോൾ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് ഏത് മോഡലിൽ ഉണ്ടാക്കിയാലും കഴിച്ചാൽ പോരല്ലേ. അപ്പോൾ നടുവിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ട മാതിരി നിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയും അപ്പവും റെഡിയായി. അപ്പോൾ അവിയൽ കണ്ടില്ലേ, നല്ല സൂപ്പർ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തനെലിശ്ശേരി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ലഞ്ച് റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും പറയാൻ മടിക്കരുത്. എന്നാലേ എനിക്ക് കൂടുതൽ നന്നാക്കാൻ കഴിയുള്ളൂ. താങ്ക് യു.